എല്ലാവർക്കും സുഖം തന്നെ. എൻ്റെ ചേട്ടൻ പണിയും കഴിഞ്ഞ് വന്ന് പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇടാൻ. പിന്നെ ഒരു കുറേ മിച്ചറും മേടിച്ചുകൊണ്ട് വന്ന്. ഞാനവിടെ വെച്ചിട്ട് കൊച്ചുമുളയും പിടിച്ചുകൊണ്ട് നടന്ന് വീഡിയോ പിടിക്കുക. നമ്മളെ ഞാൻ പറഞ്ഞു ചായ ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ പിന്നെ ഇടാ ചേട്ടാ, വീഡിയോ ഒന്ന് പിടിക്കട്ടെ ചേട്ടാ, നാളെ വിടണ്ടേ ചേട്ടാ, ലൈക്കൊക്കെ കിട്ടണ്ടേ, കമൻറ്റ് കിട്ടേണ്ടതാ, ഷെയർ ചെയ്യേണ്ടതാ. പിന്നെ ഏതോ ഒരു മണി പോലത്തെ ബട്ടണുണ്ട്, അതിൻ്റെ പേരെന്തുവാന്ന് എപ്പോഴും ഞാൻ ഓർക്കുന്നത്, എന്താ ബെൽ ബട്ടനോ എങ്ങാണ്ട്, അത് അമർത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ്. ചേട്ടാ ഇത് കൂടുതൽ കിട്ടിയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ പിടിക്കുക. അങ്ങനെ ചേട്ടൻ വഴക്ക് പറഞ്ഞു. പിന്നെ എന്തോ ഉണ്ട് കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ, എന്തോ ഉണ്ട്? സുഖം തന്നെ. പിന്നെന്താ പറയുന്നത്, ഞാനിങ്ങനെ ചുമ്മാതെ വീഡിയോ പിടിച്ച് നടക്കും. ഒരു രസമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. നമ്മുടെ വിഷമങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർക്കും, വീഡിയോ പിടിച്ചപ്പോൾ ഓർക്കും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാം. കൊച്ചിലെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇടത്തോട് പോലൊരു തോടുണ്ട്. അവിടെ മീൻ പിടിക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ മടൽ കീറി 2 മടൽ കൊണ്ട് പള്ളത്തിയെ ഇങ്ങനെ അമക്കി തപ്പിപ്പിടിക്കും. പിന്നെ കലവും ചരുവും കൊണ്ടൊക്കെ കക്ക വാരാൻ പോകും. ഇഷ്ടംപോലെ കക്കായ. അങ്ങനെ കുളത്തിൽ ചെന്ന് മുങ്ങും കക്ക വാരാൻ വേണ്ടി. മുങ്ങി വാരുമ്പോൾ പൊങ്ങിഞ്ഞ് വരും, പിന്നെയും മുങ്ങും, പിന്നെയും പൊങ്ങിഞ്ഞ് വരും. ലാസ്റ്റ് പിന്നെ കുളത്തിൻ്റെ ഇറമ്പനൂന്നൊക്കെ അരൂനെന്നൊക്കെ വാരിയെടുക്കും. ഇഷ്ടംപോലെ കക്ക വാരിയെടുക്കും. നിറച്ച് വാരിക്കൊണ്ട് പോയി. അന്നൊക്കെ വിറകൊന്നുമില്ല നമ്മുടെ നാട്ടിലെ കൂടുതൽ. പിന്നെ കരിയില തൂത്ത് വാരി, ആഞ്ഞിലിക്കരിയില പോയി തൂത്ത് വാരിയിട്ട് വന്ന് പിന്നെ മുറ്റത്ത് അടുപ്പ് കൂട്ടി. ഉപ്പുണ്ടെങ്കിൽ ഇടത്തില്ല, ഉപ്പില്ലാത്ത കക്കയാണെങ്കിൽ ഉപ്പിടും. ഉപ്പിട്ട് അവിച്ച് അങ്ങോട്ട് കുടഞ്ഞിടും. ഓലക്കീറുണ്ട്, മുടഞ്ഞ ഓലക്കീറയിലോട്ട് അങ്ങോട്ട് കുടഞ്ഞിട്ടിട്ട് അങ്ങോട്ട് പെറുക്കി തിന്നും. എന്ത് രസമാണെന്നറിയാം പെറുക്കി തിന്നാം. പിന്നെ അതിൻ്റെ വെള്ളം ഞങ്ങൾ കറി വെക്കും. വെള്ളം ഇങ്ങനെ പതപ്പിച്ച് അതിൻ്റെ പതയും അഴുക്കും കളഞ്ഞിട്ട് ആ വെള്ളം തെളിച്ച് ഞങ്ങൾ നല്ലപോലെ കറിയൊക്കെ വെക്കാൻ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തേങ്ങ ഇട്ട് വറക്കും, അല്ലാതെ മുളക് പൊടി ഇട്ട് വറക്കും. ഏതെല്ലാം രീതി വേണേലും ചെയ്യാം. എന്ത് രസമാണെന്നറിയാം. നാട്ടിൽ എന്തെല്ലാം സൈസ് മീനും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പാണ്. ഭയങ്കര കായലും കടലും. ഞങ്ങളുടെ അടുത്ത് തന്നെ കായലും കടലും എല്ലാം ഉണ്ട്. ഞങ്ങൾ കടൽ കാണാനൊക്കെ പണ്ട് പോകും. അന്ന് 2 രൂപയെ വള്ളക്കൂലി. ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കടൽ കാണാനും വള്ളത്തിലൊക്കെ കായൽ കാണാനും കടൽ കാണാനും ഒക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ചിലെയൊക്കെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനോട് ചോദിച്ചുകൊണ്ടേ പോകാനൊക്കത്തുള്ളൂ എല്ലായിടും. ഞങ്ങൾ 4 പെണ്ണും 3 ആണുമായിരുന്നു. അതിൽ ഒരു ചേച്ചി മരിച്ചു പോയി. അങ്ങനെ പിന്നെ അണ്ണനാണ് ഞങ്ങളെ എടുക്കുന്നതൊക്കെ. അമ്മയുണ്ടായാലും അമ്മയച്ഛനും ഉണ്ടായാലും മൂത്ത അണ്ണനോട് ചോദിക്കാതെ എങ്ങും പോകാനൊക്കത്തില്ല. ഉത്സവത്തിനും കെട്ടുകാഴ്ചയ്ക്കൊക്കെ പോകുമ്പോൾ ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ, ഈ ഓലച്ചുന്താണി ഉണ്ടല്ലോ, അത് ഓലച്ചുന്താണിയുടെ ഈർക്കിലും എല്ലാം കളഞ്ഞിട്ട് ആ ചുന്താണി കൊണ്ട് അടിച്ച് പൊട്ടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചോദിക്കാതൊക്കെ പോയാൽ. ഇപ്പം പിന്നെ കണ്ടില്ലേ, കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ അങ്ങ് സ്വാതന്ത്ര്യമായിട്ട് എടുക്കും ചെയ്യും. ഞാൻ ഇപ്പം പിന്നെ കല്യാണം കഴിച്ച് ഞാൻ എങ്ങും പോകത്തില്ല, ഒരു പരിപാടി കാണാനും ഒന്നും പോകത്തില്ല. ഇവിടെ എൻ്റെ മോള് പറയും, ഈ അമ്മ എവിടെ വിളിച്ചാലും വരത്തില്ല, അമ്മ ഒരു അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ പോലും വരത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ വഴക്കൊക്കെ ഇട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നത്. എനിക്കതിപ്പം എങ്ങും പോകത്തൊന്നുമില്ല, ഇഷ്ടമല്ല എങ്ങോട്ടും പോകുന്നതൊന്നും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂട്ടുകാരെ. പിന്നെന്താ പറയാനാ, പയ്യെ കാര്യങ്ങളൊക്കെ പറയാ. അറിയാവുന്ന പോലെയൊക്കെ പയ്യെ പറയാം. ഓർത്തൊക്കെ വരണ്ടായോ, അതുകൊണ്ട് പയ്യെ പറയാ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മെൽബട്ടനാ ആ ബട്ടൺ അമർത്തണം. എനിക്ക് പറയാനൊന്നും അറിയത്തില്ല എന്തുവാന്ന്. അതുകൊണ്ട് എല്ലാവരും എല്ലാം ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എന്നാ ടാറ്റാ.